തിരുവനന്തപുരം കുറ്റിച്ചിറ ഫ്യൂഷൻ ബിരിയാണി. ആ കുട്ടികളാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്താണെന്നല്ലേ സംഭവം? വരൂ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാ ഈ കാണുന്നതാണ് ഈ ബിരിയാണിയുടെ ഔട്ട്ലെറ്റ്. നമ്മുടെ വർക്കല മരക്കട മുക്കിൽ റിലയൻസിനോട് ചേർന്നാണ് ഈ ബിരിയാണി സ്പോട്ട്. തീരെ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് വർക്കലയിൽ. അപ്പോൾ പോയി ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടില്ല എന്നുള്ളത് എനിക്കൊരു വിഷമം തോന്നി. അങ്ങനെ ഇന്ന് അവിടെ എത്തിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പ്രത്യേകിച്ച് അവരുടെ ഫ്ലേവേഴ്സ്. കോഴി മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ, ബാക്കി എല്ലാം കോഴിക്കോടൻ മസാലകളാണ്, റൈസ് ഉൾപ്പെടെ. പിന്നെ അവരുടെ പ്രൈസിലുള്ള വേരിയേഷൻ 160 ഉണ്ട്, 130 ഉണ്ട്, 100 രൂപയുടെ ഉണ്ട്. ഇതിലെല്ലാം റൈസിൻ്റെ വേരിയേഷനും ചിക്കൻ പീസസിലുള്ള ചെറിയ വേരിയേഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കും അഫോർഡബിൾ ആണ്. ഒരു ബിരിയാണി പ്രേമിക്ക് നമുക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നുമെങ്കിൽ 100 രൂപയുടെ ബിരിയാണി തന്നെ നമുക്ക് ഒരാൾക്ക് ரொம்ப പോതുമായിട്ട് കഴിക്കാനുള്ള റൈസും മുട്ടയും പിക്കിളും ഒക്കെ അതിലുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ 160 രൂപയുടെ ക്വാണ്ടിറ്റിയുള്ള ബിരിയാണിയെല്ലാം ഓൾറെഡി തീർന്നായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ ഒന്ന് മേടിക്കുന്നുണ്ട്. ഞാൻ മേടിച്ചത് 100 രൂപയുടെ 3 ബിരിയാണിയാണ്. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ ഇടത്തുള്ളൂ. മനസ്സിലാകും. എനിക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. എൻ്റെ കുഞ്ഞുമായി ഞാൻ കൂടെ ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങിയാണ്. പക്ഷേ ആശാട്ടി കഴിച്ചു തുടങ്ങി. നോക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. വലിയൊരു പീസ് തന്നെ ഉണ്ടായിരുന്നു. 100 രൂപയുടെ ബിരിയാണിയാണെന്ന് നിങ്ങൾ ഓർക്കുക. ഒരു മുട്ടയുണ്ട്, നല്ല പിക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതൊരു ബിരിയാണി പ്രേമിയും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സ്ഥിരം ഒരു തരംഗമായിട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.